ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. ഇന്ന് എൻ്റെ വീട്ടിലെ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീട് വരുന്നത് ഒരു ഉയർന്ന പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല കോടമഞ്ഞ്. അപ്പം ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറിയതായിരുന്നു. ഇതാ ഈ കാണുന്നതാണ് എൻ്റെ വീട്. അപ്പോൾ ഈ ഒരു കോടമഞ്ഞ് കണ്ടപ്പോൾ ഞാനൊന്ന് മുകളിലേക്ക് കയറിയതായിരുന്നു. നമ്മളുടെ മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണിത്. ഇതൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മുകളിലേക്ക് കയറിയതായിരുന്നു. നല്ല കോടമഞ്ഞിൽ പുതഞ്ഞ് കിടക്കുന്ന എൻ്റെ വീടും പരിസരവുമാണിത്. അങ്ങനെ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് വന്നപ്പോഴേക്കും ഉമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഉമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ദോശയും അതുപോലെ തേങ്ങ അരച്ച കടലക്കറിയായിരുന്നു. ഈ ഒരു ദോശൻ്റെ റെസിപ്പി നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്ക് ചെയ്യുക. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതാ ദോശയും കടലക്കറിയും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ആ സമയത്തും ഇതാ കോട അതുപോലെ തന്നെ കാണുന്നുണ്ട്. ഇനി ഇന്ന് ഉച്ചക്കേലേക്ക് ഉമ്മ റെഡിയാക്കുന്നത് നെയ്ച്ചോറായിരുന്നു. നല്ല വിറകടുപ്പിൽ റെഡിയാക്കിയിട്ടുള്ള നല്ല നാടൻ നെയ്ച്ചോറാണ്. അതിന് വേണ്ടിയിട്ട് ഉമ്മ ദാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് നെയ്യിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3-4 ഏലക്കായ, അതുപോലെ 2-3 പീസ് പട്ട, 3 പീസ് ഗ്രാമ്പു ഇതും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1.5 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് കളറ് ചേഞ്ച് ആയിട്ട് വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഉമ്മ അവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് അരിയാണ്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. അങ്ങനെ ഇതാ സവാള ഇതുപോലെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 4 കപ്പ് അരി എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് വെള്ളത്തിലൊന്നും മുന്നിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ നെയ്ച്ചോറ് കുക്കായി വരുന്ന സമയത്ത് കറക്റ്റ് ഉപ്പായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഇത് നല്ല പോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇതിലെ വെള്ളം ഒന്ന് വറ്റി വരണം. ആ സമയം വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒന്ന് വറ്റി വരുമ്പോഴാണ് നമ്മളിത് അടച്ച് വെക്കുന്നത്. അതുവരെ തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. നമ്മളിത് വിറകടുപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ നല്ല പോലെ ശ്രദ്ധിക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതാ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉമ്മ ഇപ്പോൾ ഇതിവിടെ നാടൻ രീതിയിലാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാരറ്റൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ അതാ ഇതിലെ വെള്ളം അതാ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതാ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെക്കണം. നമ്മൾ വിറകടുപ്പിലാണിത് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ തീയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം അതൊന്ന് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി ആ ഒരു ചൂടിൽ കിടന്നൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഇത് റെഡിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കിസ്മിസും കാഷ്യൂസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് നല്ല നാടൻ രീതിയിലുള്ള നെയ്ച്ചോറാണിത്. അങ്ങനെ ഇതാ നല്ല സൂപ്പർ നല്ല അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിറകടുപ്പിൽ റെഡിയാക്കിയിട്ടുള്ള നല്ല നാടൻ നെയ്ച്ചോറാണ്. ഇതിൻ്റെ കൂടെ ഇന്ന് എടുക്കുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ ഈ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ.
ആദ്യം തന്നെ ആ ബീഫൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ മീറ്റ് മസാല, വലിയ ജീരകം പൊടിച്ചത്, ഇതൊക്കെയാണ്. ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി കറി റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് 4 or 5 ഏലക്കായ, അതുപോലെ 2 പീസ് പട്ട, പിന്നെ ഉലുവ, ഇതെല്ലാം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴറ്റി വരുമ്പോൾ അതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബീഫ് അതിൻ്റെ ആ ഒരു കറിയോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എത്ര കറിയാണോ വേണ്ടത് അതിനാവശ്യത്തിനുള്ള വെള്ളം ഈ ഒരു സമയത്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിവിടെ കുറച്ച് കറിയായിട്ടാണ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി അതൊന്ന് കുക്കായി വന്നാൽ അതിലേക്ക് അല്പം മീറ്റ് മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്ക് ചെയ്യാം. ഇനി അതിലേക്ക് അല്പം കറിവേപ്പിലയും മല്ലിയിലയും അതുപോലെ 2 പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നമ്മളെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറ്, അതുപോലെ പൊറോട്ട, എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് റെഡിയാക്കി എടുക്കുന്നത് പയറുപ്പേരിയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ പയറൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പയറും അതുപോലെ പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഉപ്പേരി നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പയറുപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ ലഞ്ച് കഴിക്കുകയാണ്. നല്ല നാടൻ വിറകടുപ്പിൽ റെഡിയാക്കിയിട്ടുള്ള നെയ്ച്ചോറും നല്ല ബീഫ് കറിയും അതുപോലെ പയറുപ്പേരിയും പപ്പടും അച്ചാറൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ബായ്.